നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മത്സരത്തിൽ ഇല്ല എന്നുള്ളതാണ്. UDFനെ പിന്തുണയ്ക്കാനാണ് വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം. BJP ശക്തമായ ഇടങ്ങളിൽ UDFന് വിജയ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവരവിടെ LDF സ്ഥാനാർത്ഥികൾക്കായിരിക്കും വോട്ട് ചെയ്യുകയെന്നും പറയുന്നു. അവർ പറയുന്നത് ഒരു മണ്ഡലത്തിലെങ്കിലും പൊതു സ്വതന്ത്രനെ നിർത്താനുള്ള നിർദ്ദേശമൊക്കെ കോൺഗ്രസിന് മുന്നിൽ ഞങ്ങൾ വെച്ചിരുന്നതാണ്, പക്ഷേ ആ നിർദ്ദേശം തള്ളി എന്നുകൂടി അവർ പറയുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ വാർത്തയുടെ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ഞങ്ങളുടെ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. അനീഷ് ഈ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല, അത് UDFനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ചില മണ്ഡലങ്ങളിലെങ്കിലും അവിടെ LDFനായിരിക്കും പിന്തുണ എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ UDFും കോൺഗ്രസും ഒക്കെ ആയിട്ടുള്ള ഒരു വെൽഫെയർ പാർട്ടിയുടെ ബന്ധത്തിൽ കൂടി ഒരു ചെറിയ ഇടിവുണ്ടായിട്ടുണ്ട് എന്ന് പറയാമോ? തീർച്ചയായും തന്ത്രപരമായൊരു പിന്തുണയാണ് വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക എന്ന് തന്നെയാണ് നമ്മൾ അവരുമായി ആശയവിനിമയം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ പിന്തുണ അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ പിന്തുണ വെൽഫെയർ പാർട്ടി നൽകിയിരുന്നു. പക്ഷേ ഇതിനിടയ്ക്കും ഒറ്റയ്ക്ക് മത്സരിച്ച് അല്ലെങ്കിൽ ഈ വെൽഫെയർ പാർട്ടിയും UDFുമായി ചേർന്ന് മത്സരിച്ചൊക്കെ ചില സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. സംസ്ഥാനത്തൊട്ടാകെ ഏതാണ്ട് 75 സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നിങ്ങനെ പലയിടങ്ങളിലാണ് ജയിച്ചത്. പക്ഷേ അതിനുശേഷം ഈ മുന്നണിയുമായി കൂടുതൽ അടുക്കുന്നതിനുള്ള ഒരു നീക്കം വെൽഫെയർ പാർട്ടി നടത്തിയെങ്കിലും അതിനോട് അങ്ങേയറ്റം അനുകൂലമായൊരു നിലപാടല്ല സ്വീകരിച്ചത് എന്നാണ് നമുക്ക് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത്. ഒരു ഇടത്തെങ്കിലും ഒരു പൊതു സ്വതന്ത്രനെ നിർത്തണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. അതായത് UDF തന്നെ ഒരു സ്വതന്ത്രനായി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക, അവരുടെ പിന്നണിയിൽ വെൽഫെയർ പാർട്ടി പ്രവർത്തിക്കാം എന്നിങ്ങനെയുള്ള ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഇതിൽ 2 നേതാക്കളെയാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഒന്ന് മാവേലിക്കരയിലെ ദളിത് നേതാവായ K അംബുജാക്ഷൻ, മറ്റൊന്ന് വൈക്കത്ത് ദളിത് ചിന്തകനായ സണ്ണി M കവിക്കാട്. ഈ സണ്ണി M കവിക്കാടിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ കോട്ടയത്ത് നടക്കുകയും ചെയ്തു. അത് വലിയ ചർച്ചാ വിഷയമായി തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യകാലത്തിൽ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പേരുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ആ പേര് സജീവമായി തന്നെ UDF പരിഗണിച്ചതാണ്. അനീഷ, ഒരു ചെറിയ സംശയം കൂടി. ഇതിൽ സണ്ണി M കവിക്കാടിൻ്റെ പേര് വെക്കുമ്പോൾ അത് വെൽഫെയർ പാർട്ടിയാണ് വെച്ചതെന്ന് അവരൊരു അവകാശവാദം ഉന്നയിക്കുന്നു. പക്ഷേ സണ്ണി M കവിക്കാടും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രവർത്തകരുമൊക്കെ പറയുന്നത് അങ്ങനെയല്ല, ഇത് ദളിത് സംഘടനകളുടെ വ്യത്യസ്തമായൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുകയും UDFന് മുന്നിൽ അവരുടെ പിന്തുണയും അവർക്ക് സ്ഥാനാർത്ഥിയായി അവിടെ നിൽക്കാം എന്നുള്ളതൊക്കെ വന്നത്. അല്ലാതെ അതിൽ വെൽഫെയർ പാർട്ടിയുടെ ഏതെങ്കിലും ബന്ധം അവരാരും ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല. പിന്നെ വെൽഫെയർ പാർട്ടി എങ്ങനെയാണ് ഈ സണ്ണി M കവിക്കാടിനെ ഞങ്ങളാണ് നിർദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നത്? സണ്ണി M കവിക്കാടിൻ്റെ പേര് നിർദ്ദേശിച്ചത് അവരായിരുന്നില്ല. ആദ്യം തന്നെ സണ്ണി M കവിക്കാടും UDFുമായുള്ള ചർച്ചകൾ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസുമായുള്ള ചർച്ചകൾ തന്നെയാണ് നടന്നത്. പക്ഷേ പിന്നീട് ഈ സണ്ണി M കവിക്കാട് തങ്ങൾ കൂടി സ്വീകാര്യനായ ഒരു ആളാണ്, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്തിന് വേണ്ടി കുറച്ചുകൂടെ സമ്മർദ്ദം ചെലുത്തി എന്നാണ് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ K അംബുജാക്ഷൻ എന്ന വെൽഫെയർ പാർട്ടിയുടെ മുൻ ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹം KDP എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ഇങ്ങനെ ഈ ദളിത് മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കായാണ് ഇവർ വാദിച്ചത്. ഇതിൽ ഒരാളെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്തായാലും സണ്ണി M കവിക്കാട് വെൽഫെയർ പാർട്ടി നിർദ്ദേശിച്ച ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല, മറിച്ച് ചർച്ചകൾ നടന്നപ്പോൾ അതിൻ്റെ ഒരു പിന്താങ്ങി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും 40 സീറ്റിലാണ് 2016 വെൽഫെയർ പാർട്ടി മത്സരിച്ചത്. 2021 19 സീറ്റുകളിലും മത്സരിച്ചു. അവിടെ നിന്നാണ് ഒറ്റ സീറ്റിലേക്ക് മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും UDFുമായുള്ള നേരിയ ഒരു അലോസരത്തിൻ്റെ പ്രതീകമാണ് നിയമം പോലെയുള്ള ഇടങ്ങളിൽ BJPക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ താരതമ്യേന ദുർബലെന്ന് എതിരാളി എന്ന് വെൽഫെയർ പാർട്ടി തന്നെ കരുതുന്ന ഇടങ്ങളിൽ CPMനുള്ള പിന്തുണയുടെ കാര്യവും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അനീഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.